ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാം. ഇന്ന് മുതൽ നമ്മളുടെ വീഡിയോസിന് താഴെ വരുന്ന കമൻറ്റുകളിൽ നല്ലൊരു കമൻറ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ആ കമൻറ്റ് ഇട്ട ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും. എന്നിട്ട് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഏത് ചാനലാണോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആ ചാനൽ ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിക്കും കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇടുന്ന വീഡിയോസിൽ നിന്ന് ഓരോ കമൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ആ സെലക്ട് ചെയ്തിട്ടുള്ള ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ അതേത് ചാനലാണെന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോസിന് താഴെ കമൻ്റ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഇതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാനായിട്ട് നമുക്ക് വേണ്ടത് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഒന്നില്ലെങ്കിൽ ലോങ് വീഡിയോസിന് 4000 വാച്ച് അവർ നമ്മൾ ഒരു കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്സിന് 3 മാസം കൊണ്ട് 100 ലക്ഷം വ്യൂസ് നമ്മൾ ആക്കണം. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരു കൊല്ലം കൊണ്ടാക്കാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത് പതുക്കെ കയറിക്കോളും. പക്ഷേ ഈ ഒരു 4000 വാച്ച് അവർ അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്സിനുള്ള 100 ലക്ഷം വ്യൂസ് കയറ്റാനായിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലോങ് വീഡിയോസിൽ നിന്ന് വാച്ച് അവർ കിട്ടിയിട്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മളെ കുറേ അധികം സബ്സ്ക്രൈബേഴ്സിന് ഡൗട്ടുള്ള കാര്യമാണ് വാച്ച് അവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള വാച്ച് അവർ കൂടുന്നത് എവിടെയാണ് കാണാൻ പറ്റുക, പിന്നെ ഷോർട്സിന്റെ വാച്ച് അവർ നമ്മളെ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള ആ ഒരു ക്രൈറ്റീരിയയിൽ ആഡ് ചെയ്യോ, ഒരു കൊല്ലത്തിനുള്ളിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇങ്ങനെ കുറേ അധികം ഡൗട്ടുകൾ ഒരുപാട് പേര് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ, അതിന്റെ അനലിറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ് നമ്മളെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവണം. 2-3 പേര് നമ്മളുടെ ചാനലിലെ വീഡിയോസിൽ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് കയറ്റണം എന്ന് നിർബന്ധമാണോ, യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് പണി നടക്കുകയാണ്, അതുകൊണ്ടാണ് ചെറിയ സൗണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പ് നമ്മൾ നിർബന്ധമായിട്ടും കയറ്റിയിട്ടുണ്ടാവണം. കാരണം നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുന്നതിനേലും കൂടുതൽ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള 4000 വാച്ച് അവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസ്, അതായത് 3 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിനെയാണ് നമ്മൾ ലോങ് വീഡിയോസ് എന്ന് പറയാം. കുറച്ച് പേര് ഇതുപോലെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഷോർട്സ് ആയിട്ടാണ് പോണത്, അതെന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അറിയാത്തതായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഷോർട്സ് ഇപ്പോൾ 3 മിനിറ്റ് വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2.59 സെക്കൻഡ് വരെയുള്ള വീഡിയോസൊക്കെ ഷോർട്സിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം ഒരു 8 മിനിറ്റ് എങ്കിലും ലെങ്ത് ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു 4000 വാച്ച് അവർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസ് എത്ര പേര് കണ്ടു, ആ കണ്ട ആൾക്കാർ മൊത്തം നമ്മളെ വീഡിയോസ് ഫുള്ളായിട്ട് കാണണമെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്ര ഓഡിയൻസ് കണ്ടു എന്നുള്ള രീതിയിലല്ല വാച്ച് അവർ അവിടെ കയറുന്നത്. നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു, അത് 200 പേര് കണ്ടു, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഫുൾ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് വാച്ച് അവർ കയറുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഡെയിലി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ്. ഷോർട്സിൻ്റെ വാച്ച് അവർ നമ്മളെ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള ക്രൈറ്റീരിയയിൽ ആഡ് ചെയ്യൂല കേട്ടോ. നമ്മൾ ഡാഷ്ബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഹോം പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡായിട്ട് കൊടുക്കാം കേട്ടോ. ഹോം പേജിൽ നമുക്ക് വാച്ച് അവർ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കും പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണ്, മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള വാച്ച് അവർ അവിടെയാണ് കാണിക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത് തെറ്റാണ് കേട്ടോ. നമ്മുടെ ലോങ് വീഡിയോസിൻ്റെയും ഷോർട്സിൻ്റെയും വാച്ച് അവർ ആണ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ഹോം പേജിൽ കാണിക്കുന്നത്. അപ്പോൾ ഷോർട്സിന് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടാറുണ്ട്. ലോങ് വീഡിയോസിന് വെച്ച് നോക്കുമ്പോൾ ഷോർട്സിന് നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടാറുണ്ട്. അങ്ങനെ വ്യൂസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഷോർട്സിന് അത്യാവശ്യം നല്ല വാച്ച് അവറും കയറാറുണ്ട്.
അപ്പോൾ നമ്മൾ ഷോർട്സിൻ്റെ വാച്ച് അവർ കയറുന്നത് കണ്ടിട്ട് മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ളതാണെന്ന് വിചാരിക്കരുത്. മോണിറ്റൈസേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലോങ് വീഡിയോസിന് വാച്ച് അവറാണ് കയറേണ്ടത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ലോങ് വീഡിയോസിനും എത്ര മണിക്കൂർ വെച്ച് കയറി എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ടോട്ടൽ 4000 വാച്ച് അവർ ഇങ്ങനെ കയറുന്നതും നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണാനായിട്ട് പറ്റും. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഈ ഒരു 4000 വാച്ച് അവർ ഒരു കൊല്ലം കൊണ്ടാണല്ലോ നമുക്ക് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എന്താണ് സംഭവിക്കാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും സംഭവിക്കില്ല. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്ക് അറിയില്ല, പക്ഷേ ശ്രദ്ധിച്ച് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ 2025 ജനുവരി 1 ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അന്ന് തന്നെ നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോക്ക് നമുക്കൊരു 100 മണിക്കൂർ കയറി നോക്കാം. എന്നിട്ട് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലം കംപ്ലീറ്റ് ആവാണ്. അതായത് 2026 ജനുവരി 2 നമ്മുടെ ചാനൽ 4000 വാച്ച് അവർ ആയിട്ടില്ല എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങി ഒരു കൊല്ലം കംപ്ലീറ്റ് ആയിട്ട് പിറ്റേ ദിവസം നമ്മുടെ ചാനലിൽ 4000 വാച്ച് അവർ ആയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡാറ്റ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയുടെ മണിക്കൂറാണ് അവിടെ കുറയുന്നത്. അതായത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ദിവസം മുതലുള്ള ഓരോ മണിക്കൂറുകളാണ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ ഒറ്റയടിക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ആകുമ്പോഴത്തേനും 0 വാച്ച് അവർ ആവില്ല കേട്ടോ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മുടെ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞിട്ടും 4000 വാച്ച് അവർ ആയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റയടിക്ക് 0 വാച്ച് അവർ ആവല്ല ചെയ്യുന്നത്. നമ്മൾ ചാനൽ തുടങ്ങിയ സമയം മുതലുള്ള ഓരോ ദിവസത്തെ മണിക്കൂറുകളാണ് അവിടെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഷോർട്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞുതരാം. അതായത് നമുക്ക് 3 മാസം കൊണ്ട് 100 ലക്ഷം വ്യൂസ് ആക്കണം എന്നാണല്ലോ ഷോർട്സിന്. അപ്പോൾ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ എനിക്ക് 30 ലക്ഷം വ്യൂ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മാസത്തിൽ എനിക്ക് 100 ലക്ഷം ആക്കാൻ പറ്റിയില്ല. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഷോർട്സിൻ്റെ ആയ ഒരു 30 ലക്ഷം എന്നുള്ളത് ആദ്യത്തെ ദിവസത്തെ വ്യൂസ് വെച്ചിട്ട് കുറഞ്ഞു വരായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഷോർട്സ് വെച്ചിട്ട് വ്യൂസ് കയറ്റാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലോങ് വീഡിയോസ് വെച്ചിട്ട് വാച്ച് അവർ കയറ്റാമെന്ന് വിചാരിച്ചത്. അതാകുമ്പോൾ നമുക്ക് ഒരു കൊല്ലം ടൈം ഉണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. ഡെയിലി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പറയുന്നത് വാച്ച് അവർ പെട്ടെന്ന് കയറ്റാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വരുന്ന റെക്കമെൻഡേഷൻ കൂടും. ഇപ്പോൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ വീഡിയോസ് യൂട്യൂബ് കുറച്ചധികം ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾ വരെ എന്നെ കണ്ടു തുടങ്ങിയത് ഈ ഒരു വീഡിയോസ് നമ്മൾ ചെയ്ത് തുടങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മൾ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് വാച്ച് അവർ എന്തായാലും കയറും. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് എല്ലാ ദിവസവും നമ്മളുടെ വീഡിയോസ് ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മളുടെ ഓരോ ദിവസവും നമ്മുടെ വീഡിയോസിന് പുതിയ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ കയറും. അതുപോലെ തന്നെ വ്യൂസ് കൂടുന്നതിനനുസരിച്ച് വാച്ച് അവറും കയറും. പിന്നെ ഓരോ വീഡിയോസിനും എത്ര വ്യൂസ് ഉണ്ട്, ഇത്ര വ്യൂസിന് ഇത്ര വാച്ച് അവർ കയറും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റൂല. അതായത് 500 വ്യൂ ഉള്ള വീഡിയോക്ക് ചിലപ്പോൾ ഒരു 200 മണിക്കൂർ കയറിയിട്ടുണ്ടാവും. അതേസമയം 1000 വ്യൂ ഉള്ള വീഡിയോക്ക് ചിലപ്പോൾ ഒരു 10 മണിക്കൂർ പോലും കയറിയിട്ടുണ്ടാവില്ല. അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അനുസരിച്ചിരിക്കും. നമ്മളുടെ ഓഡിയൻസിന് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് അവർക്ക് താല്പര്യമുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള വീഡിയോ ആണ്, അവർക്ക് കാണാൻ തോന്നുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ആ ഒരു വീഡിയോ കാണും. അതല്ല നമ്മളുടെ ഓഡിയൻസിന് യാതൊരു വിധത്തിലും ഉപകാരമില്ലാത്ത വീഡിയോ ആണ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആരും നമ്മളെ വീഡിയോ കാണാൻ പോണില്ല. അങ്ങനെ നമ്മുടെ വാച്ച് അവറും കയറൂല. അപ്പോൾ ഗൈസ്, മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള 4000 വാച്ച് അവറിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ട് ആയിരിക്കാം, കുറേ നാൾ മുന്നേ തുടങ്ങിയ ഒരു ചാനലാണ്, എന്നിട്ടൊരു 2000 വാച്ച് അവറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും വീഡിയോസ് ഇടാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു 2000 മണിക്കൂർ, അതായത് കുറച്ച് നാൾ മുന്നേ കിട്ടിയിട്ടുള്ള 2000 മണിക്കൂർ ഇപ്പോൾ ഉണ്ടാവുമെന്നുള്ളത് അത് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു കൊല്ലം കഴിയും തോറും നമ്മൾ ആ ഒരു മുന്നേ കയറിയിട്ടുണ്ടായിരുന്ന വാച്ച് അവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ന് വീഡിയോ ഇട്ടാലും, എന്ന് തുടങ്ങിയ ചാനലായാലും അതിൽ നമ്മൾ ഇന്നു മുതൽ സിൻസിയർ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വാച്ച് അവർ അതിൽ എന്തായാലും കയറും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഡെയിലി നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് എല്ലാ ദിവസവും ഓരോ ആൾക്കാരിലേക്ക്, അതായത് പുതിയ ആൾക്കാരിലേക്ക് നമ്മളുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാണ്. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് പുതിയ ഓഡിയൻസിനെ കിട്ടും. ആ പുതിയ ഓഡിയൻസിന് ആ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ നമുക്ക് വാച്ച് അവറും കയറ്റാനായിട്ട് പറ്റും.
പിന്നെ ഞാൻ പല യൂട്യൂബ് വീഡിയോസിലും കണ്ടിട്ടുണ്ട് പെയ്ഡായിട്ട് വാച്ച് അവർ കയറ്റി തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മളങ്ങനെ പെയ്ഡായിട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് നമ്മളെ ചാനലിന് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പെയ്ഡായിട്ട് നമുക്ക് ചെയ്ത് വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷനൊക്കെ ആക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും അധികം വേണ്ട ഒരു സംഭവം വാച്ച് അവർ അല്ല. നമുക്ക് അവിടെ വേണ്ട കാര്യം എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂവേഴ്സ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പൈസ കിട്ടുന്നത് നമ്മളുടെ വീഡിയോസിൽ വരുന്ന ആഡ്സ് അനുസരിച്ചാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഓഡിയൻസ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നമുക്ക് മോണിറ്റൈസേഷൻ ആയതിൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും ഓർഗാനിക് ആയിട്ടുള്ള വ്യൂവേഴ്സിനെയും ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ ചാനലിൽ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാം. നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻസ് ആയിട്ട് പറയാം. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന പുതിയ ഓഡിയൻസിനോടാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, കണ്ടു നോക്കുക. പുതിയ യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. 4000 മണിക്കൂറിനെ പറ്റിയിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.